ഹലോ. പുള്ളിയും ഇന്ദ്രജിത്തായിട്ട് പുതിയ പ്രൊഡക്ഷൻ കമ്പനി വരുന്നു എന്നൊക്കെ കേട്ടായിരുന്നു. അപ്പൊ അതിലെന്തെങ്കിലും അറിയില്ല, അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. അത് സന്തോഷം. അവര് പ്രദേശത്തെ അതിന് ആശംസകളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളായിട്ട് നിന്ന സമയത്തെല്ലാം പുള്ളി നമുക്ക് ബലമായിട്ട് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിരുന്നു. മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് മാറിയതാണ്. അല്ലാതെ പുള്ളി നമ്മളെ വിട്ട് പോയിട്ട് നമ്മളെ പണിക്ക് പോയിട്ടൊന്നുമല്ല. പ്രൊഡക്ഷൻ പാർട്ണർഷിപ്പാണ് മാറ്റിയത്, സൗഹൃദമല്ല മാറിയത്. പ്രൊഡക്ഷന്റെ ഇതിലേക്ക് വരാനായിട്ട് എൻകറേജ് ചെയ്തത് പൃഥ്വിയായിരുന്നില്ലേ? തീർച്ചയായിട്ടും പൃഥ്വിരാജിന്റെ സപ്പോർട്ടും ബലവും തന്നെയാണ് ഈ കമ്പനി. ഓഗസ്റ്റിനുള്ള പേരിട്ടത് പോലും പൃഥ്വിരാജാണ്. ഇതുവരെ നടന്ന എല്ലാ പ്രോജക്റ്റും ചുറ്റാൻ പിടിച്ചതും പൃഥ്വി തന്നെയാണ്. അപ്പൊ ഇപ്പൊ നമ്മള് കമ്പനി നല്ല രീതിയിൽ വളർന്നു, കമ്പനി നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയപ്പോ പൃഥ്വി ഡയറക്ഷനിൽ ശ്രദ്ധിക്കണം, മറ്റു കാര്യങ്ങളിൽ അഭിനയത്തിൽ ആടുജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈഫിലെ തന്നെ വെല്ലുവിളിയായിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ പ്രൊഡക്ഷൻ ശ്രദ്ധിക്കാൻ പറ്റാതാവും. അപ്പൊ നീതി പുലർത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തൽക്കാലം മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊന്നും മാറിയിട്ടില്ല. നമുക്ക് ഒരു പ്രശ്നമില്ല. പുള്ളി ഹെൽപ്ഫുൾ ആണ് ഇപ്പോഴും. എന്ത് കാര്യത്തിനും നമുക്ക് അത്യാവശ്യമായിട്ട് മുന്നിലൊക്കെ ഉണ്ട്. പേര് വെച്ച് ഇപ്പൊ ഓരോരുത്തരെ വിളിച്ച് സംസാരിക്കാനായിട്ട് പുള്ളിക്ക് പറ്റാത്തത് കൊണ്ട് മാറുന്നൊന്നല്ല, വേറൊരു കാര്യത്തിനും മുന്നിലുണ്ട്. പൃഥ്വിയുടെ ഡയറക്ഷനിൽ പുതിയ ഉടനെ വരുമായിരിക്കും. അപ്പൊ അല്ലെ ഡയറക്ഷനിൽ ശ്രദ്ധിക്കുന്നു. ഉണ്ടല്ലോ, ലൂസിഫർ ഉണ്ടല്ലോ. ലൂസിഫർ വരെയല്ല. നമ്മൾ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ വെൽവിഷർ അങ്ങേരാണ്. നമ്മളെ തിരിച്ചു അങ്ങോട്ടും വെൽവിഷറാണ്. ഒരു പിണക്കവും ഒരു പരിചയമില്ല. വളരെ ക്ലിയർ. ഞങ്ങൾക്കും തോന്നിയിട്ടില്ല. കാര്യം പുള്ളി അത്രയും ഓപ്പൺ ആയിട്ട് ഇട്ടതാണല്ലോ. അപ്പൊ പുള്ളി മാറിക്കഴിയുമ്പോൾ കാര്യം ഓഗസ്റ്റ് സിനിമ എന്നുള്ളൊരു സാധനത്തിൽ നന്നായിട്ട് ബിൽഡ് ചെയ്ത് തന്നിട്ടാണ് പുള്ളി മാറി തന്നത്. ബ്രാൻഡ് ഇപ്പൊ എവിടെയും നമുക്ക് എവിടെ ചെന്നും നമ്മളെന്നും പേരിലായിരുന്നു. നിങ്ങൾ വിളിക്കാൻ തോന്നിയാൽ നമ്മളെ സാധാരണക്കാരനത് തന്നെ സിനിമ വിളിക്കാൻ തോന്നിയതിന് ബലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന്റെ പവറിലാണ് നമ്മൾ ഈ കമ്പനി ഉണ്ടാക്കിയത്. അത് അദ്ദേഹത്തിന്റെ പേരുമാണ്. ഈ ഡയറക്ഷനും ഇതൊക്കെ കഴിയുമ്പം തിരിച്ച് ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? തിരിച്ചു വന്നാലും വന്നില്ലെങ്കിൽ ഒന്നുമില്ല. അദ്ദേഹം എല്ലാ കാര്യത്തിലും നമ്മളെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, അഡ്വൈസ് തരുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ന്യായം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇനി പുറത്ത് എന്ത് ട്രോൾ ഉണ്ടാക്കിയാലും പുറത്ത് എന്ത് കാര്യങ്ങൾ ഉണ്ടാക്കിയാലും വി ഡോണ്ട് ബോദർ. നെക്സ്റ്റ് പ്രൊജക്ട് ഏതാണ്? കളി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 3 പ്രൊജക്ട് കുടുംബങ്ങളാണ്. അത്രയും 3 പുതിയ സിനിമകളാണ്. അദ്ദേഹത്തിന് എല്ലാ കഥയും എല്ലാം അറിയാം. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാത്ത 3 സിനിമകൾ സ്ക്രിപ്റ്റ് വിശ്വസിച്ച് 3 പുതുമുഖ ഡയറക്ടേഴ്സ് പുതിയ ആൾക്കാരായിട്ട് ചെയ്യുന്നു. ഇത്ര കാലം പൃഥ്വി ആക്ട് ചെയ്ത കുറെ സിനിമകൾ ഉണ്ടായിരുന്നു. വെച്ചാൽ ഓഗസ്റ്റ് മൂവീസിന്റെ മിക്ക സിനിമകളും പൃഥ്വി ഒരു മെയിൻ ഒഴിച്ച് എല്ലാ സിനിമയും പൃഥ്വി അഭിനയിച്ച എല്ലാ സിനിമയും നമുക്ക് ഭയങ്കര പ്രോഫിറ്റ് കൊണ്ടുവന്ന സിനിമകളായിരുന്നു. അതില് സപ്തം, ശ്രീമുറുമിയും ഒക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയ സിനിമകളാണ്. ഇന്ത്യൻ തൊപ്പിക്ക് ആ സമയത്തെ ഇന്ത്യയിലെ എല്ലാ അവാർഡും, കേരളത്തിലെ എല്ലാ അവാർഡും കിട്ടിയ പടമാണ് ഇന്ത്യൻ തൊപ്പി. അപ്പൊ പൃഥ്വി നമ്മളുടെ എന്ന സമയത്ത് എല്ലാ ഗുണകരമായ അല്ല. അപ്പൊ പൃഥ്വി മാറി നിൽക്കുമ്പം അത് എത്രത്തോളം എങ്ങനെ ഫേസ് ചെയ്യും? അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മളിട്ട് പോയിട്ടില്ല. പാർട്ണർഷിപ്പ് മാറി നിൽക്കുന്നത് പുതുമുഖ പടങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. 2-3 സിനിമകൾ. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചും ടെക്നീഷ്യനായിട്ട് മറ്റു വർക്ക് ചെയ്യാനായിട്ടൊക്കെ അതിൽ ഓടുമ്പോ അപ്പൊ അദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്നതാണ്. അല്ലാതെ ക്രിയേറ്റീവ് സൈഡിൽ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങളും സപ്പോർട്ടും ഒക്കെ തന്നു പുള്ളിപ്പോഴും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.